ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिकान्दा राधाकान्दा नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी कृष्णभानुसुते देवी प्रणमामि हरिप्रिये। वंशकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ പ്രണാമം. ശ്രീ ഭഗവത്ഗീത അധ്യായം 12 ശ്ലോകം 12 നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ശ്രേയോ ഹി ജ്ഞാനം അഭ്യാസാത് ജ്ഞാനാധ്യാനം വിശിഷ്യത്തെ ധ്യാനാത് കർമ്മഫലത്യാഗസ് ത്യാഗാത് ശാന്തിർ അനന്തരം. ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാത് ധ്യാനം വിശിഷ്യത്തെ ധ്യാനാത് കർമ്മഫലത്യാഗസ്ത്യാഗാത് ശാന്തിർ അനന്തരം. ശ്രേയോ ഹി ജ്ഞാനം അഭ്യാസാത് ജ്ഞാനാത് ധ്യാനം വിശിഷ്യത്തെ ധ്യാനാത് കർമ്മഫലത്യാഗസ്ത്യാഗശാന്തിർ അനന്തരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാധ്യാനം വിശിഷ്യതേ ധ്യാനാത് കർമ്മഫലത്യാഗസ്ത്യാഗാത് ശാന്തിരനന്തരം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ശ്രേയോ ഹി ജ്ഞാനം അഭ്യാസാത് ജ്ഞാനാത് ധ്യാനം വിശിഷ്യതേ ധ്യാനാത് കർമ്മഫലത്യാഗാത് ശാന്തിരനന്തരം. ഹരേ കൃഷ്ണ. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാധ്യാനം വിശിഷ്യതേ ധ്യാനാത് കർമ്മഫലത്യാഗസ്ത്യാഗാത് ശാന്തിരനന്തരം. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. വേറെ ആരെങ്കിലും വിവർത്തനം ഭാവാർത്ഥം വായിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം. നിനക്കിത് പരിശീലിക്കാൻ സാധ്യമല്ലെങ്കിൽ ജ്ഞാനാർജനത്തിന് ശ്രമിക്കുക. ജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠമാണ് ധ്യാനം. ആ ധ്യാനത്തെക്കാൾ വിശിഷ്ടമത്രേ കർമ്മഫലങ്ങളെ ത്യജിക്കൽ. എന്തെന്നാൽ ത്യാഗത്താൽ മനഃശാന്തി ലഭിക്കും. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം വായിക്കട്ടെ പ്രഭുജി. വായിക്കൂ. മുൻപ് പറഞ്ഞതുപോലെ ഭക്തിപൂർവകമായ സേവനം 2 വിധമുണ്ട്. നിബന്ധനകൾക്ക് വഴങ്ങിക്കൊണ്ടുള്ള സേവനവും പരമദിവ്യോത്തമ പുരുഷനിൽ സമ്പൂർണ്ണ പ്രേമാസക്തിയോടെയുള്ള സേവനവും. കൃഷ്ണാവബോധത്തിന്റെ നിബന്ധനകൾക്ക് വഴങ്ങാനാവാത്തവർ ജ്ഞാനാർജനത്തിന് ശ്രമിക്കുകയാണ് നല്ലത്. എന്തുകൊണ്ടെന്നാൽ ജ്ഞാനത്താൽ തന്റെ സ്വരൂപം എന്തെന്നറിയാൻ അയാൾക്ക് കഴിയും.
ക്രമേണ ജ്ഞാനം ധ്യാനത്തിലേക്ക് വഴിതെളിക്കും. ധ്യാനത്താൽ ക്രമേണ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയും ചെയ്യും. താൻ തന്നെയാണ് ദൈവം എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രക്രിയകളുമുണ്ട്. അത്തരം വഴികളാണ് ഭക്തി നിർഭരമായ സേവനത്തിൽ ഏർപ്പെടാത്തവർക്ക് കൂടുതൽ നല്ലത്. ഇങ്ങനെ ധ്യാനിക്കാനും കഴിവില്ലെങ്കിൽ വേദവിധി അനുസരിച്ച് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രർക്ക് വേറെ വേറെ വിധിക്കപ്പെട്ടിട്ടുള്ളവയും ഭഗവത്ഗീതയുടെ അന്ത്യ അധ്യായത്തിൽ പറയുന്നവയുമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഏതുവിധമായാലും കർമ്മഫലങ്ങളെ ത്യജിക്കുന്നത് ആവശ്യമാണ്. കർമ്മഫലങ്ങളെ നല്ലൊരു കാര്യത്തിനായി ഉപയോഗിക്കണമെന്നർത്ഥം. ചുരുക്കത്തിൽ സമുത്കൃഷ്ട ലക്ഷ്യമായ പരമദിവ്യോത്തമ പുരുഷനെ പ്രാപിക്കാൻ 2 പ്രക്രിയകളുണ്ട്. ക്രമികമായ വളർച്ച കൊണ്ടുള്ളതാണ് ഒരു മാർഗം. മറ്റേ മാർഗം നേരിട്ടുള്ളതും. കൃഷ്ണാവബോധത്തോടെയുള്ള ഭക്തി സേവനമത്രേ നേരിട്ടുള്ള മാർഗം. കർമ്മഫലത്യാഗം ഉൾക്കൊള്ളുന്നതാണ് മറ്റേത്. കർമ്മഫലത്യാഗം ജ്ഞാനത്തിലേക്കും പിന്നീട് ധ്യാനത്തിലേക്കും പരമാത്മജ്ഞാനത്തിലേക്കും അവസാനം ഭഗവത് സാക്ഷാത്കാരത്തിലേക്കും നയിക്കുന്നു. പടിപടിയായി നീങ്ങുന്ന ഈ വഴിയോ പെട്ടെന്നെത്തിക്കുന്ന നേരിട്ടുള്ള വഴിയോ സ്വീകരിക്കാം. നേരിട്ടുള്ള മാർഗം എല്ലാവർക്കും സ്വീകരിക്കാനാവില്ല. അവർക്ക് മറ്റേതിലൂടെ മുന്നേറുകയാണ് ഉത്തമം. അർജുനന് ഉപദേശിക്കപ്പെട്ടത് ആ വളഞ്ഞ വഴിയല്ലെന്ന് ഓർക്കണം. അദ്ദേഹം പ്രേമയുധ ഭക്തസേവനത്തിൽ നിരതനാണല്ലോ ഇപ്പോൾ തന്നെ. ആ ഉന്നത നിലയിൽ എത്താത്തവർക്ക് വേണ്ടിയാണ് ത്യാഗം, ജ്ഞാനം, ധ്യാനം, ബ്രഹ്മസാക്ഷാത്കാരം, പരമാത്മ സാക്ഷാത്കാരം എന്നിങ്ങനെയുള്ള പടിപടിയായുള്ള കയറ്റം വിധിക്കപ്പെട്ടിട്ടുള്ളത്. ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളം നേരിട്ടുള്ള മാർഗത്തിൽ തന്നെയാണ് അതിന്റെ ഊന്നൽ. പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണന് സ്വയം സമർപ്പിക്കുകയും വേണമെന്നാണ് ഭഗവത്ഗീതയുടെ സന്ദേശം. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ചർച്ച ചെയ്തിരുന്നു. ഭഗവാൻ കുറച്ച് കാര്യങ്ങളോട് പറയുന്നു. ഭഗവാൻ പല ഓപ്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അർജുനന്. അപ്പോൾ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഓർമ്മയുണ്ടോ എന്താണ് നമ്മൾ പറഞ്ഞത്? അതിനുശേഷം ഇന്ന് എന്താണ് ഈ ഒരു ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ഹരേ കൃഷ്ണ. ആദ്യം മീനമാതാജി പറയട്ടെ. ആദ്യമായി പറയുന്നത് അനന്യമായി ഭഗവാനിൽ മനസ്സുറപ്പിക്കുക. അതും സാധിച്ചില്ലെങ്കിൽ ഭക്തിയുഗത്തിന്റെ നിബന്ധനകളിലൂടെ എന്നെ പ്രാപിക്കാൻ ശ്രമിക്കുക. ഓക്കെ. മൂന്നാമത്തത് ഭക്തിയുഗ നിബന്ധനകൾ പരിശീലിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കർമ്മങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുക, അതായത് കർമ്മയോഗം ചെയ്യുക. ശരി, വെരി ഗുഡ്. കർമ്മയോഗവും എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങളെ ത്യജിച്ച് ആത്മസ്ഥിതനായി തീരുവാൻ ശ്രമിക്കുക. ഓക്കെ, വെരി ഗുഡ്. ഈ 4 കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഈ ആഴ്ചയിൽ പറഞ്ഞത് എന്താണെന്ന് മാതാജിക്ക് ഇന്ന് വായിച്ചത് പറയാൻ പറ്റുമോ? ശ്രേയോഹിജ്ഞാനം, ജ്ഞാനാർജനത്തിന് ശ്രമിക്കുക എന്ന് പറഞ്ഞു. ജ്ഞാനാർജനം എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനയോഗത്തെ കുറിച്ചാണ്. ഓക്കെ, മാതാജി വേറെ ആർക്കെങ്കിലും അവസരം കൊടുക്കാം. ഓക്കെ, ഞാൻ നോക്കട്ടെ. വേറെ ആരെങ്കിലും പറയൂ. ഹരേ കൃഷ്ണ പ്രഭു. പറയൂ. പറയട്ടെ. ജ്ഞാനം നേടുക, ജ്ഞാനത്തിന് ശ്രമിക്കുക, അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ ധ്യാനിക്കുക, അതും അല്ലെങ്കിൽ കർമ്മഫലങ്ങളെ ത്യജിക്കുക. ഓർഡർ എന്താ പറഞ്ഞത്? ഓക്കെ, ശരി. ജ്ഞാനാർജനം. ശരി, ഓക്കെ. ഓർഡർ കറക്റ്റ് ആണോ പറയുന്നത്? അങ്ങനെയാണ് ഇതിൽ ഉള്ളത് പ്രഭു. ആണോ ചോദിച്ചതാണ്, ഞാൻ കൺഫേം ചെയ്യാണ്. പറയുന്ന കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കി പറയൂ. വേറെ ആർക്കെങ്കിലും വേറെ എതിർ അഭിപ്രായം എല്ലാവർക്കും ഉണ്ടോ? ഇല്ല. അപ്പോൾ ശരിയാണ്. ഓക്കെ, ഒന്നുകൂടെ പറയൂ. ഹരേ കൃഷ്ണ. ജ്ഞാനം നേടുക, അല്ലെങ്കിൽ ധ്യാനിക്കുക, ഭഗവാനെ ധ്യാനിക്കുക, അല്ലെങ്കിൽ കർമ്മഫലങ്ങളെ ത്യജിക്കുക. ഹരേ കൃഷ്ണ. ഓക്കെ, സോ ഇതിൽ താഴോട്ട് വരുന്തോറും ഈസി ആയിട്ടുള്ളത് ഭഗവാൻ പറയണോ? ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്തത് പറ്റിയില്ലെങ്കിൽ അടുത്തത്, അല്ലേ? എങ്ങനെയാണോ പറയുന്നത്? അതെ പ്രഭു. ഓക്കെ. ജ്ഞാനത്തിനേക്കാളും ധ്യാനമാണ് വലുത്, ധ്യാനത്തിനേക്കാളും കർമ്മഫലം ത്യജിക്കലാണ് വലുതെന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ഓക്കെ,
അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമുക്ക് ഭഗവത് സാക്ഷാത്കാരം നേടാൻ സാധിക്കും, അവസാനം ഭക്തിയോഗത്തിലേക്ക് എത്തുവാൻ സാധിക്കും എന്നുള്ളത് പറയുവാണ് ബേസിക്കലി. കാര്യം ഈ മാർഗം, ഏതെങ്കിലും മാർഗം സ്വീകരിച്ചാൽ മതി, നമുക്ക് അവസാനം ഭക്തിയോഗത്തിലേക്ക് എത്താം. ഇല്ലെങ്കിൽ ഡയറക്റ്റുള്ള പ്രോസസ്സാണ് ഭക്തിയോഗം. ഡയറക്റ്റുള്ള പ്രോസസ്സാണ് ഓൾറെഡി നമ്മൾ പറയുന്ന ഭക്തിയോഗം എന്ന് പറയുന്നത്, ഡയറക്റ്റ് പ്രോസസ്സാണ്. മറ്റുള്ളത് പടിപടിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ടുള്ള പ്രോസസ്സ് വേണോ അതോ വളഞ്ഞ പ്രോസസ്സ് വേണോ എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കേണ്ടതും ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നതും ഭഗവാൻ പറയുന്നതും അതാണ്. ജ്ഞാനം, ധ്യാനം, ത്യാഗം, 3 കാര്യങ്ങൾ. ഇത് അഭ്യാസം ചെയ്യാനാണ് പറയുന്നത് അദ്ദേഹം 12ാമത്തെ ശ്ലോകത്തിൽ. ഓക്കെ, ഇത് ആദ്യം പറയും ജ്ഞാന അഭ്യാസത്തിനേക്കാൾ നല്ലതാണ്. അതായത് ഇതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതിനുശേഷം അദ്ദേഹം പറയുന്നു ധ്യാനം ജ്ഞാനത്തേക്കാൾ മുമ്പിലാണ്. എന്നാൽ ധ്യാനാത് കർമ്മഫലത്യാഗസ്, എന്നാൽ ത്യാഗം എന്ന് പറയുന്നത് മെഡിറ്റേഷനേക്കാൾ നല്ലതാണ്. അതാണ് പറയുന്നത്. ത്യാഗ ശാന്തിർ അനന്തരം. അങ്ങനെ ത്യാഗത്തിലൂടെ നമ്മുടെ മനസ്സിന് ശാന്തി കിട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം, ഈ വഴികളെല്ലാം നമുക്ക് ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗങ്ങളാണ്, അല്ലെങ്കിൽ ഭക്തിയോഗത്തിലേക്ക് അവസാന സ്റ്റേജിലേക്ക് എത്തുവാനുള്ള മാർഗങ്ങളാണ്. എന്നാൽ ഈ വഴി നമ്മൾ പോകണമെന്നില്ല. ഡയറക്റ്റ്ലി നമ്മൾ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കും. ഓക്കെ, യെസ്. പിന്നെന്താണ് പറയുന്നത്? അപ്പോൾ അതാണ് ബേസിക്കലി ഈ ഭാവാർത്ഥങ്ങളിൽ, നമ്മൾ വായിച്ച ഭാവാർത്ഥത്തിൽ പറയുന്ന കാര്യം ഇതാണ്. ഒരു ചെറുതായിട്ട് പറയുകയാണെങ്കിൽ, ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഡയറക്റ്റ് മാർഗം സ്വീകരിക്കുന്നതാണ് എളുപ്പം, അതാണ് നല്ലത്. ഓക്കെ, ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ ഇവിടെ പറയാൻ പോകുന്നത് ഭക്തരുടെ ക്വാളിറ്റീസാണ് പറയാൻ പോകുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. 12 മുതൽ 20 വരെ, 13 മുതൽ 20 വരെ, 20 ശ്ലോകം വരെയുള്ളൂ ഈ ചാപ്റ്ററിൽ. ഇനി പറയുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ ഭക്തരെങ്ങനെയായിരിക്കും എന്നാണ് പറയാൻ പോകുന്നത്. ഭക്തരുടെ ക്വാളിറ്റീസ് എന്താണെന്ന് പറയുന്നു. ഓക്കെ, നോക്കാം. ഓക്കെ, ശ്ലോകം 13, 14. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യയാത്മാ ദൃഢനിശ്ചയഃ മയി അർപ്പിതമനോ ബുദ്ധിർ യോ മദ്ഭക്തസമേ പ്രിയഃ. വായിച്ചോളൂ. हरे कृष्ण प्रभु। अद्वेष्टा सर्वभूतानां मैत्रा करुण एव च निर्ममो निरहंकारा सामदुःखा सुखक्षमी सन्तुष्टा सततं योगी यतात्मा दृढनिश्चया मयि अर्पिता मनो बुद्धिर् यो मद्भक्ता समे प्रिया. हरे कृष्ण प्रभु. ഹരേ കൃഷ്ണ, താങ്ക് യു. ഓക്കെ, വേറെ ആരെങ്കിലും വായിക്കുന്നു ശ്ലോകം? ഹരേ കൃഷ്ണ. हरे कृष्ण प्रभु। വായിക്കൂ. अद्वेष्टा सर्वभूतानां मैत्रकरुण एव च
നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷേമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിതാ മനോബുദ്ധിർയോ മദ്ഭക്ത സമേ പ്രിയഃ. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം വായിക്കൂ ആരെങ്കിലും. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രണാം. ഹരേ കൃഷ്ണ. അദ്വേഷ്ട സർവഭൂത ശ്ലോകം വായിക്കണ്ടേ പ്രഭു? ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചിട്ട് വിവർത്തനം ഭാവാർത്ഥം കൂടെ വായിച്ചോളൂ. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖ സുഖക്ഷേമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിതാ മനോ ബുദ്ധിർ യോ മദ്ഭക്ത സമേ പ്രിയഃ. ഹരേ കൃഷ്ണ. മാത്സര്യം കൂടാതെ സർവ്വജീവസത്തകൾക്കും സുഹൃത്തായി ഒന്നിലും അവകാശബോധവും വിദ്യാഹങ്കാരവുമില്ലാതെ സുഖദുഃഖങ്ങളിൽ സമനില കൈക്കൊണ്ട് ക്ഷമാശാലിയും സദാ സംതൃപ്തനായും നിയന്ത്രിതാത്മാവായും മനസ്സും ബുദ്ധിയും എന്നിലുറപ്പിച്ച് ദൃഢനിശ്ചയത്തോടെ ഭക്തിയുത സേവനം അനുഷ്ഠിക്കുന്ന എന്റെ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയങ്കരനാണ്. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. വിശുദ്ധമായ ഭക്തിയുത സേവനം എന്ന വിഷയത്തിൽ ഒരു ഭക്തന്റെ അതീന്ദ്രിയ ഗുണങ്ങളെ വിവരിക്കുകയാണിവിടെ. കൃഷ്ണൻ ഒരു വിശുദ്ധ ഭക്തൻ ഏതു പരിതസ്ഥിതിയിലും അസ്വസ്ഥനാവില്ല, ആരിലും ഈർഷ്യാലുവുമാവില്ല, അയാൾക്ക് തന്റെ ശത്രുവിനോടും വൈരമില്ല. ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള തെറ്റുകൾ കൊണ്ടാവണം അയാൾക്ക് എന്നോട് വൈരമുണ്ടായത്. അതുകൊണ്ട് എതിർക്കുന്നതല്ല പൊറുക്കുന്നതാണ് ഇവിടെ ഉത്തമം എന്ന് അയാൾ ഓർക്കും. ശ്രീമദ് ഭാഗവതത്തിൽ ഇങ്ങനെ പറയുന്നു: തത്തേനു കമ്പാം സുസമീക്ഷമാണോ ഉഞ്ചാന ഏവാത്മക കൃതം വിഭാഗം. ഭക്തനെ ഏതെങ്കിലും ദുഃഖമോ കുഴപ്പമോ നേരിടുമ്പോൾ ഭഗവാൻ തന്നോട് കരുണ കാണിച്ചു എന്നായിരിക്കും അയാൾ ഓർക്കുന്നത്. ഞാൻ ചെയ്തുപോയ തെറ്റുകൾ ഓർക്കുമ്പോൾ ഇതിനേക്കാൾ എത്രയധികം ക്ലേശങ്ങളാണ് എനിക്ക് നേരിടേണ്ടത്. ഭഗവത് കാരുണ്യത്താൽ എനിക്ക് കിട്ടിയ ശിക്ഷ എത്രയോ തുച്ഛമാണ്. കിട്ടേണ്ടുന്ന എല്ലാ ശിക്ഷയും എനിക്ക് കിട്ടാത്തത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തന്നെ. ഇങ്ങനെ ചിന്തിച്ച് എത്ര കടുത്ത ക്ലേശങ്ങൾ നേരിടുമ്പോഴും ഭക്തൻ ശാന്തനും സ്വസ്ഥനുമായിരിക്കും. ശത്രുക്കളോട് പോലും കനിവ് പുലർത്തുകയും ചെയ്യും. ശരീരത്തിന് സഹിക്കേണ്ടി വരുന്ന ക്ലേശങ്ങൾക്കും വേദനകൾക്കും പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നതാണ് നിർമ്മ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭക്തൻ ശരീരത്തെ തൻ്റെതായോ താനായോ കരുതുന്നില്ല. ഇത് ഭൗതിക ദേഹമല്ല താൻ എന്ന് അയാൾക്കറിയാം. ഇത് കൊണ്ട് അയാൾക്ക് മിഥ്യാഹങ്കാരം ഉണ്ടാവാൻ വയ്യ. അങ്ങനെ സുഖദുഃഖങ്ങളിൽ സമനില പുലർത്തുന്നു. ക്ഷമാശാലിയായ ഭക്തൻ ഭഗവത് കാരുണ്യത്താൽ എന്ത് കൈവരുന്നുണ്ടോ അതുകൊണ്ട് സംതൃപ്തനാണ്. വളരെ പ്രയാസപ്പെട്ട് എന്തെങ്കിലും നേടാൻ ശ്രമിക്കാറില്ലാത്തതുകൊണ്ട് അയാൾ സദാ സന്തുഷ്ടനായിരിക്കുന്നു. ആധ്യാത്മിക ഗുരുവിൽ നിന്ന് ലഭിച്ച ഉപദേശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് ഒരു തികഞ്ഞ യോഗിയുമാണ് അയാൾ. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതുകൊണ്ട് ദൃഢനിശ്ചയവുമുള്ളവനാണ്. വിദ്യാവാദങ്ങൾക്ക് അയാളെ സ്വാധീനിക്കാനാവില്ല. എന്തുകൊണ്ടെന്നാൽ ഭക്തിപൂർവമായ സേവനത്തിൽ ഉറച്ച അദ്ദേഹത്തെ ആർക്കും വ്യതിചലിപ്പിക്കാൻ പറ്റില്ല. സനാതനനായ പ്രഭു കൃഷ്ണനാണ് ഭക്തന് പൂർണ്ണ ബോധമുണ്ട്. അതിനാൽ അയാളെ ആർക്കും അസ്വസ്ഥനാവാൻ സാധിക്കുകയില്ല താനും. ഈ ഗുണവിശേഷങ്ങളെല്ലാം അയാളുടെ മനോബുദ്ധികളെ ഭഗവാനിൽ സ്ഥിരീകരിക്കാൻ സഹായിക്കുന്നു. ഈ നിലവാരത്തിലുള്ള ഭക്തിയുത സേവനം അസുലഭമാണ് എന്നതിൽ സംശയമില്ല. ഭക്തിയുത സേവനത്തിന് വേണ്ടുന്ന എല്ലാ വിധിപൂർവക നിബന്ധനകളും അനുസരിക്കുന്നത് കൊണ്ട് മാത്രം ഭക്തൻ ആ നില കൈവരിക്കുന്നു. കൂടാതെ അങ്ങനെയുള്ള ഭക്തൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന് കൃഷ്ണൻ തന്നെ പറഞ്ഞിരിക്കുന്നു. തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന സകല കർമ്മങ്ങളിലും ഭഗവാൻ എപ്പോഴും സന്തുഷ്ടനാണ്. ശ്രീ പ്രഭാത് കി ജയ്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. അദ്വേഷ്ട സർവഭൂതാനാം. അദ്വേഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സര്യബോധമില്ലാതെ, അസൂയില്ലാത്ത ആൾ. സർവഭൂതാനാം, ആരോടും, മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടും എല്ലാത്തിനോടും. അതാണ് പറയുന്നത് അദ്വേഷ സർവഭൂതാനാം. ഇതെല്ലാം ഭഗവാന്റെ ഭക്തരുടെ ക്വാളിറ്റീസാണ്. അതാണ് ഓർക്കുന്നത്. ഭഗവാന്റെ ഭക്തരെ എന്തുകൊണ്ടാണ് ഇഷ്ടം? കാരണം ഈ ക്വാളിറ്റീസ് എല്ലാം ഭക്തർക്കുണ്ട്. 13 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്ന ക്വാളിറ്റീസ്. സോ ഭക്തർ അദ്വേഷ്ട, അവർക്ക് എല്ലാ സർവഭൂതാനം, എല്ലാവരെയും സ്നേഹിക്കുന്നു. ആരോടും അസൂയ കാണിക്കുന്നില്ല, അസൂയയില്ല അവർക്ക്. മൈത്രഹ, എല്ലാവരോടും സൗഹൃദ ബന്ധം നിലനിർത്തുന്നു. ഫ്രണ്ട്ലിയാണ്, മിത്രമാണ്.
കരുണ കരുണ എല്ലാവരോടും കാരുണ്യം കാണിക്കുന്നു. കാരുണ്യം എന്താണെന്ന് നമുക്കറിയാം. എല്ലാവരോടും കാരുണ്യം കാണിക്കുന്നു. അതാണ് നിർമ്മമോ, നാലാമത്തെ. ആദ്യം പറയുന്നത് അദ്വേഷ്ട സർവഭൂതാനാം, ആദ്യത്തെ ക്വാളിറ്റി. രണ്ടാമത്തെ മൈത്ര, സുഹൃത്തായിരിക്കും, സൗഹൃദമായിരിക്കും എല്ലാവരോടും. കരുണ, എല്ലാവരോടും കാരുണ്യം കാണിക്കുന്നു. നിർമ്മമോ, നിർമ്മമോ എന്ന് പറഞ്ഞാൽ സ്വന്തം, അതായത് എൻ്റേത് എന്നുള്ള ആ ഒരു ഇതെല്ലാം എൻ്റെ പ്രൊപ്രൈറ്റർഷിപ്പ്, എൻ്റേത് എന്നുള്ള ആ ഒരു ഭാവമില്ലാത്ത അവസ്ഥ. മമ എന്ന് പറഞ്ഞാൽ എൻ്റെ, നിർമ്മമ എന്ന് പറഞ്ഞാൽ എൻ്റേതല്ല എന്നുള്ളത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാവമില്ലാത്ത, ഇതെല്ലാം എൻ്റേതാണ് എന്നുള്ളൊരു ഭാവം ഇല്ലാത്തത്. നിരഹങ്കാര, അഹങ്കാരം, മിഥ്യാഹങ്കാരത്തെക്കുറിച്ച് പറയുന്നു. മിഥ്യാഹങ്കാരം ഇല്ലാത്തവർ, അതായത് ശരീരം നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, നമ്മളെ തിരിച്ചറിയുന്നത് ശരീരമായിട്ടല്ല, ആത്മീയ തലത്തിലാണ്. അതാണ് അങ്ങനെയുള്ളവർ. നിരഹങ്കാര. അഞ്ചായി അല്ലേ. ഇനി 6 സമ ദുഃഖ സുഖ, സന്തോഷത്തിലും ദുഃഖത്തിലും സമം, വ്യത്യാസമില്ല, ഒരേപോലെ. സന്തോഷമാണെങ്കിലും കുഴപ്പമില്ല, ദുഃഖമാണെങ്കിലും കുഴപ്പമില്ല, ഒരേപോലെ. ക്ഷമി, എല്ലാവരെയും എന്തുണ്ടായാലും ക്ഷമിക്കുന്നു, അല്ലെങ്കിൽ സഹിഷ്ണുതയോടുകൂടി കാര്യങ്ങൾ നേരിടുന്നു. ക്ഷമ. സന്തുഷ്ട സതതം യോഗി, ഇതാണ് 8ാമത്തെ ക്വാളിറ്റി. അതായത് സന്തുഷ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും സന്തുഷ്ടനായിരിക്കും. കാര്യം എന്താണ്? അവരെപ്പോഴും നിരന്തരം ഭക്തിയുത സേവനങ്ങളിൽ വ്യാപൃതരായിരിക്കും. അതുകൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ടും സന്തോഷവും സന്തുഷ്ടം, അതായത് അവർ മനസ്സിൽ ശാന്തിയും സമാധാനവും എപ്പോഴും ഉണ്ടാവും. പിന്നെന്താ പറയുന്നത്? 9ാമത്തെ ആത്മാ. ആത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് കൺട്രോൾ, അതായത് ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ടുള്ള ആ ഒരു കൺട്രോൾ ചെയ്യുന്ന, എല്ലാം സെൽഫ് കൺട്രോൾ എന്ന് പറയാം നമുക്ക് ഇംഗ്ലീഷിൽ. ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് വളരെ ഡിറ്റർമിൻഡ് ആയിരിക്കും അവർ. പിന്നെന്ത് പറയുന്നു? 11ാമത്തെ ക്വാളിറ്റി പറയുന്നു മൈ അർപ്പിത മനോബുദ്ധിർ. അങ്ങനെയുള്ള ഭക്തർ അവരുടെ മനസ്സിനെയും ബുദ്ധിയെയും എന്നിൽ സമർപ്പിക്കുന്നു. ഭഗവാൻ പറയുന്നു യോമത് ഭക്ത സമയ പ്രിയ. അങ്ങനെയുള്ള ഭക്തർ എൻ്റെ വളരെ പ്രിയപ്പെട്ടതാണ്, വളരെ പ്രിയപ്പെട്ടതാണ്. യോമത് ഭക്ത സാ മേ പ്രിയ. ഓഹോ, അപ്പോൾ ഭഗവാന്റെ പ്രിയപ്പെട്ട വ്യക്തിയായി മാറണമെങ്കിൽ ഈ ക്വാളിറ്റീസൊക്കെ വേണം എന്നാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെല്ലാം ഉണ്ടാവുന്നത് ആർക്കാണ്? ഭക്തർക്കാണ്. ഇങ്ങനെ ഈ ക്വാളിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാന്റെ പ്രിയപ്പെട്ടവനായി മാറും. എന്തൊക്കെയാണ്? അദ്വേഷ്ട സർവഭൂതാനം, ആരോടും അസൂയയില്ലാത്തത്. ഒന്നുകൂടെ പറയുന്നു നമ്മൾ. മൈത്ര, എല്ലാവരോടും സൗഹൃദം കാണിക്കുന്നു. അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരുടെ പുരോഗതിയിൽ അസൂയ തോന്നുന്നു. അത് ഭൗതിക തലത്തിൽ മാത്രമല്ല, ഈവൻ ഭക്തി മാർഗത്തിലും അങ്ങനെ തോന്നുവാണെങ്കിൽ അത് അപകടമാണ്. വേറൊരു ഭക്തൻ നല്ല രീതിയിൽ, ഇന്നലെ വന്ന ആൾ ഒരുപാട് മുന്നിലോട്ട് പോയി, ഓഹോ, അസൂയ തോന്നുന്നു അവരോട്. അസൂയ തോന്നുന്നു മാത്രമല്ല, അവരെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ശ്രമിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ അതാണ് ശരിക്കും അസൂയ. അതായത് ഇന്നലെ വന്ന ആളാണ്, ഒരുപാട് മുന്നോട്ട് പോയി. അപ്പോൾ പറയും ചിലപ്പോൾ, നിങ്ങൾക്കറിയില്ല പണ്ട് ആളെങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ എന്താ അവർ ചെയ്യുന്നു, പക്ഷേ ആളാരായിരുന്നു എന്ന് എനിക്കറിയാം. അത് മറ്റുള്ളവരോട് പറയുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്താണ് സംഭവിക്കുന്നത്? വൈഷ്ണവപരാധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് ദോഷം? ഈ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആളുകൾക്കാണ് ദോഷം. അസൂയ വളരെ അപകടം പിടിച്ച കാര്യമാണ്. അസൂയ, അല്ലെങ്കിൽ ഭഗവാൻ പറയും അനർത്ഥങ്ങളിൽ വെച്ച് ഈ മാത്സര്യം എന്ന് പറയുന്നതാണ് ഈ അസൂയ. മാത്സര്യമാണ് ഈ ദ്വേഷ്ട, മാത്സര്യബുദ്ധി മാറ്റിയില്ലെങ്കിൽ, മാത്സര്യബുദ്ധി നമുക്ക് ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാര്യം ഭഗവാൻ ഇഷ്ടപ്പെടുന്നില്ല മറ്റുള്ള ഭക്തരോട് അസൂയ തോന്നുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി മറ്റുള്ള ഭക്തരോട് അസൂയ തോന്നുന്നു എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഭഗവാനോട് തോന്നുവാണ്. ഭഗവാനോട് അസൂയ തോന്നുന്നതിന് തുല്യമാണ്. രണ്ടും ഒന്നാണ്. കാര്യം ഭഗവാന്റെ അംശമാണ് ഭക്തർ മാത്രം, എല്ലാവരും. മാത്രമല്ല
എന്തുകൊണ്ട് നമുക്ക് അസൂയ തോന്നുന്നു മറ്റുള്ളവരിൽ? കാര്യം അവർക്ക് നമ്മൾക്കില്ലാത്ത എന്തെങ്കിലും ക്വാളിറ്റീസ് അവർക്ക് ഉണ്ടാവും. നമുക്ക് ആ ഒരു ലെവലിലേക്ക് വരാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് അസൂയ തോന്നുന്നത്. ശരിയാണോ? അങ്ങനെ വരുമ്പോൾ നമ്മൾ ശരിക്കും ആ വ്യക്തിയെ മാത്രമല്ല അസൂയപ്പെടുന്നത്, ഭഗവാനോട് അസൂയ തോന്നുന്നു. കാരണം എന്താണ്? ഭഗവാന്റെ കൃപ കൊണ്ട്, ഭഗവാന്റെ ശക്തി കൊണ്ടാണ് ആ വ്യക്തിയിൽ ആ ക്വാളിറ്റി ഉള്ളത്. ഇത് മറക്കുന്നു. അപ്പോൾ ആ വ്യക്തിയിലുള്ള ആ ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്ക് അസൂയ തോന്നുന്നത്. കാര്യം നമുക്കില്ലാതെ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവത് കൃപ കൊണ്ടാണ് അവർക്കതുള്ളത്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു കൃപയിലും ഭഗവാന്റെ കൃപയിലുള്ള കൃപ കൊണ്ടാണ് ആ ക്വാളിറ്റി ഉള്ളത്. അതുകൊണ്ട് ആ വ്യക്തിയോട് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഭഗവാനോട് അസൂയ തോന്നുന്നു എന്നുള്ളതാണ്. ഡയറക്റ്റ്. സോ വെരി ഡേഞ്ചറസ്. ഭഗവാൻ തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അദ്വേഷ്ട സർവഭൂതാനം, ആരോടും അസൂയയും മത്സരബുദ്ധിയും ഇല്ലാത്ത വ്യക്തികൾ. മൈത്ര, സൗഹൃദം, എല്ലാവരോടും നല്ല സൗഹൃദ ബന്ധം നിലനിർത്തുന്നു. കരുണ, എല്ലാവരോടും ഒരു കാരുണ്യം കാണിക്കുന്നു. ഹാർഷല്ല, കാരുണ്യത്തോടു കൂടി എല്ലാവരെയും സഹായിക്കാനുള്ളൊരു മനോഭാവത്തോടു കൂടി കരുണ തോന്നുന്നു. നിർമ്മമോ, എല്ലാം എൻ്റേതെന്നുള്ളൊരു ഫീലിങ്സ് ഇല്ലാത്ത ആളുകൾ. പിന്നെ നിരഹങ്കാര, മിഥ്യാഹങ്കാരമില്ലാത്തവർ. സമദുഃഖ സുഖ, അത് ശിലപ്രഭാത ഇവിടെ പറയുന്നുണ്ട് ഭാവാർത്ഥത്തിൽ. തത്തേനുകമ്പാം സുസമീക്ഷമാണോ ഭുഞ്ചാന ഏവാത്മകൃതം വിഭാഗം. ഹൃദ്വാഗ് ബബുർബിർ വിദതൻ നമസ്തേ ജീവേത യോ മുക്തി പദേശ ധായബക്. ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 14-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകം ബ്രഹ്മാവ് പറയുന്നതാണ്. ബ്രഹ്മവിമോഹൻ ലീലയ്ക്ക് ശേഷം പറയുന്നതാണ് അദ്ദേഹം ഈ ഒരു മനോഹരമായിട്ടുള്ള ശ്ലോകം. എന്താണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്? തത്തേനു കമ്പാം അനുകമ്പാം സുസമീക്ഷമാണോ ഭുഞ്ചാന ഏവാത്മകൃതം വിഭാഗം. അതായത് ഭക്തർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവനവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ചകൾ, എന്തെങ്കിലും ദുഃഖങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കുന്നു അത് ഭഗവാന്റെ മഹാകൃപയാണ് എന്നുള്ളത്. എന്നിട്ട് ഞാൻ ചെയ്തു കൂട്ടിയിട്ടുള്ള തെറ്റുകളുടെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. അതിന് വേറെ ആരും ബാധകമല്ല. മാത്രമല്ല, ഞാനിപ്പോൾ അനുഭവിക്കുന്നത് വളരെ കുറച്ച് മാത്രമാണ്. ഭഗവാന്റെ കൃപ കൊണ്ട്, ഭഗവാന്റെ മഹത് കൃപ കൊണ്ട് വലിയ എന്തോ വരാനുള്ളത് എനിക്ക് ചെറുതായിട്ട് ഭഗവാൻ ചെറുതാക്കി തന്നിരിക്കുന്നു. ഇതിനും കൂടുതൽ അനുഭവിക്കേണ്ടതായിരുന്നു ഞാൻ. എൻ്റെ കർമ്മഫലമാണ്, ഞാൻ ഇതിനും കൂടുതൽ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഭാവത്തോടു കൂടി കാണുന്ന ഇത് ഒരു ഡിവോട്ടിയുടെ ക്വാളിറ്റിയാണ്. ബ്രഹ്മാവ് പറയുന്നതാണ് ഭുഞ്ചാന ഏവാത്മകൃതം, ആത്മകൃതം, ഞാൻ ചെയ്തു കൂട്ടിയതിൻ്റെ തെറ്റുകളുടെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. അതാണ് ഭക്തരുടെ ഒരു ഭാവം. ഇതിനും കൂടുതൽ അനുഭവിക്കേണ്ടതായിരുന്നു, ഭഗവാൻ അത് കുറച്ച് തന്നിരിക്കുന്നു, ഭഗവാന്റെ മഹാകാരുണ്യമാണ് അത് എന്ന് നമുക്ക് തോന്നുന്നു. പിന്നെ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എന്തെങ്കിലും പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ആ കാര്യം വന്നതൊരു മഹാകൃപയായിട്ട് കാണുന്നു. കാര്യം എന്താണ്? ഭഗവാനെ ഓർക്കാനും ഭഗവത് സേവനങ്ങൾ ചെയ്യുവാനും എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ കണ്ണ് തുറന്നത്. ഇതുവരെ ഭൗതികമായിട്ടുള്ള സുഖങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ ഭഗവാനെ മറക്കുന്നു. ആർക്കും ഭഗവാനെ ഓർമ്മയുണ്ടാവില്ല. എത്ര ആൾക്കാർ നന്ദി പറയുന്നു ഭഗവാനോട്? ആരും നന്ദി പറയില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ കൃഷ്ണ എന്താ ഇങ്ങനെയും ചോദിക്കും. കുറേ പൈസയും കുറേ സുഖവും ഒക്കെ ഉണ്ടെങ്കിൽ ഭഗവാനെ എന്തുകൊണ്ട് ഇത് എനിക്ക് തരുന്നു എന്ന് ആരെങ്കിലും ചോദിക്കുന്നു? ആരും ചോദിക്കില്ല. ചിന്തിക്കുന്ന പോലുമില്ല അദ്ദേഹത്തെക്കുറിച്ച്. ഇത്രയും എന്തിനാണ് എനിക്ക് പൈസ തരുന്നത്, എന്തിനാണ് ഇത്രയും സുഖങ്ങൾ എനിക്ക് തരുന്നത്? ആരെങ്കിലും ചോദിക്കുമോ? അങ്ങനെ ചോദിക്കില്ല. എന്നാൽ പ്രശ്നം വരുമ്പോൾ ചോദിക്കും ഭഗവാൻ എന്തുകൊണ്ടിത് സംഭവിക്കുന്നു. അപ്പോൾ അത് ആരുടെ കുഴപ്പമാണ്? നമ്മുടെ കുഴപ്പമാണ്. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഒരു ഭക്തൻ ശുദ്ധഭക്തർ അല്ലെങ്കിൽ ഡിവോട്ടീസ്, അവരുടെ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എല്ലാം ഭഗവാന്റെ കാരുണ്യമാണ്. എന്ത് ജീവിതത്തിൽ സംഭവിക്കുന്നു, നല്ലതോ ചീത്തയോ എന്തെങ്കിലും ആവട്ടെ, എന്താണെങ്കിലും അത് ഭഗവാന്റെ മഹാകൃപയാണ്, ആ ഭാവമായിരിക്കും. ഭൗതികമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ വന്നു എന്ന് വയ്ക്കുക, അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണ്, ഇത് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ കൃപ കൊണ്ട് തരുന്നതാണ്, അതുകൊണ്ട് എനിക്ക് നല്ലതായിട്ട് അല്ലെങ്കിൽ ഭൗതിക തലത്തിൽ നല്ലത് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കണം. ആക്ച്വലി ഞാൻ എനിക്ക് യോഗ്യതയുള്ള ഒരാളല്ല, പക്ഷെ ഭഗവാൻ തരുന്നു, ആ ഭഗവാന്റെ സർവീസിലേക്ക് ഞാൻ ഉപയോഗിക്കട്ടെ. ആ ഒരു ഭാവത്തോടു കൂടി അവരത് കാണുന്നു. സോ അങ്ങനെയാണ് ഒരു ഭക്തൻ്റെ ഭാവം. സുഖ ദുഃഖ സമദുഃഖ സുഖ സമഭാവമായിരിക്കും. ദുഃഖമായിക്കോട്ടെ സന്തോഷമായിരിക്കോട്ടെ കുഴപ്പമില്ല, എന്താണെങ്കിലും കുഴപ്പമില്ല, ഭഗവാന്റെ നിശ്ചയം. ക്ഷമ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ടോളറേറ്റ് ചെയ്യുക എന്നുള്ളത് പലവർക്കും പലപ്പോഴും ഇല്ലാത്തൊരു സ്വഭാവമാണ്. നമുക്ക് സഹിക്കാൻ പറ്റില്ല. ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോ നമ്മളെക്കുറിച്ച് മോശമായിട്ട് പറയുന്നത് കേൾക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല, നമുക്കും ഇഷ്ടമുണ്ടാവില്ല. അല്ലേ? അത് സഹിക്കാൻ ആർക്കും പറ്റില്ല. അപ്പോഴേക്കും തിരിച്ച് 10 കാരണങ്ങൾ പറയും മിനിമം. എന്തുകൊണ്ട് ഞാനത് ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു, ഇല്ലാത്ത കാരണങ്ങളൊക്കെ പറയും. കാര്യം നമ്മളെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ചെയ്തത് ശരിയാണ്, അതിൻ്റെ അർത്ഥം എന്താണ്, ഞാൻ മാത്രമേ ശരിയുള്ളൂ, ബാക്കിയൊന്നും ശരിയല്ല. എത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നോക്കും നമ്മൾ ഓരോരുത്തരും. ചിന്തിക്കണം. ഇപ്പോൾ ഭക്തരാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിവോട്ടി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ തമാശയല്ല. അത് പറയാൻ എളുപ്പമാണ്. ഡിവോട്ടിയാണ്, ഭക്തനാണ്, കുറിയുണ്ട്, തിലകുണ്ട്, കണ്ടിമാലയുണ്ട്. ഇത്രയും നാമജപവും ഭക്തിയുത സേവനങ്ങളൊക്കെ നമ്മൾ ചെയ്യുവാൻ ശ്രമിക്കുന്ന ആളുകളാണ് കുറേയൊക്കെ. പുറമേ ഉള്ള ആളുകളെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ നമ്മൾ ചെയ്യുന്ന ആൾക്കാരാണ്. ജനറൽ ആയിട്ടുള്ളൊരു ആൾക്കാരെ നോക്കുവാണെങ്കിൽ അവരൊന്നും ചെയ്യുന്നില്ല, അല്ലേ? എന്നാൽ അവരെക്കാൾ ഭേദമാണ് നമ്മൾ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. നമ്മുടെ അവസ്ഥയെ ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും മറ്റുള്ളവരുടെ അവസ്ഥ? അതാണ്. അപ്പോൾ നമുക്കോ ആ ഒരു മെച്യൂരിറ്റി വന്നിട്ടില്ല. കാര്യം എന്താണ്, ഭക്തിയിൽ ഇനിയും വളരാനുണ്ട്. ഈ ക്വാളിറ്റീസൊക്കെ നമുക്ക് വരുമ്പോഴാണ് ശരിക്കും നമ്മൾ ഭക്തിയിൽ മുന്നോട്ട് പോയി എന്ന് പറയാൻ പറ്റുന്നത്. ശിലപ്രഭാജി വളരെ ഫേമസ് ആയിട്ട് പറയും, an advancement of a devotee can be understood when അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കറക്റ്റായിട്ടുള്ളത് എനിക്ക് പാരഫ്രൈസ് ചെയ്യാനേ അറിയുള്ളൂ. ശ്ലോകം എന്താ പറയുക, അദ്ദേഹം പറയുന്ന കോട്ട് മറന്നുപോയി. അതായത് ഒരു ഡിവോട്ടിയുടെ അഡ്വാൻസ്മെൻറ്റ്, ഭക്തിയിൽ അഡ്വാൻസ്മെൻറ്റ് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? ഹൗ ദാറ്റ് പേഴ്സൺ ഈസ് ടോളറേറ്റിംഗ് ദ റിവേഴ്സൽസ്. അതായത് ജീവിതത്തിൽ വരുന്ന റിവേഴ്സൽ, പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ, അതിനെ എങ്ങനെ അവർ ടോളറേറ്റ് ചെയ്യുന്നു. ടോളറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അതിൻ്റെ അർത്ഥം അവർ സ്പിരിച്വലി മെച്യൂർ ആയിട്ടുണ്ട്, ഭക്തിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ടോളറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ, നമ്മൾ പഴയ പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇതാണ്. ഓക്കെ. സന്തുഷ്ട സതതം യോഗി, സന്തുഷ്ടനായിരിക്കും എപ്പോഴും, ഏത് സാഹചര്യമാവട്ടെ, അല്ലെങ്കിൽ എന്താണെങ്കിലും അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഭഗവാൻ തരുന്നതിൽ. യയാത്മാ, ഇന്ദ്രിയങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്ന ആൾ. ദൃഢനിശ്ചയം വളരെ അത്യാവശ്യമാണ് ഭക്തിയിൽ. ഭഗവാൻ, അതായത് ഭക്തിയുടെ സേവനങ്ങളിൽ മുന്നോട്ട് പോകാനും ലക്ഷ്യത്തിലേക്ക് എത്തുവാനുമുള്ളൊരു ദൃഢനിശ്ചയം നമുക്ക് വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈ അർപ്പിത മനോബുദ്ധിർ, ഭഗവാനിൽ സമർപ്പിക്കുക മനസ്സിനെയും ബുദ്ധിയെയും. അപ്പോൾ ഭഗവാനെ സമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഇച്ഛപ്രകാരം ഭഗവാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ മനസ്സിൽ പലതും തോന്നും. മനസ്സ് പറയുന്നതനുസരിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ വഴിക്ക് പോകും. അതുകൊണ്ട് മനസ്സിനെ ഭഗവാനിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമജപത്തിലൂടെയും ശാസ്ത്ര പഠനത്തിലൂടെയും നമ്മൾ ഭഗവാനിലേക്ക് മനസ്സിനെയും ബുദ്ധിയും സമർപ്പിച്ചില്ലെങ്കിൽ ഇത് രണ്ടും നമ്മളെ വേറെ വഴിക്ക് കൊണ്ടുപോകും. അപ്പോൾ അതാണ് ഭഗവാനെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഗുരു സാധു ശാസ്ത്രത്തെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക.
ഭക്തിയുത സേവനങ്ങൾ ചെയ്യുക, ചെയ്യുന്ന കാര്യങ്ങൾ സമർപ്പിച്ച് ചെയ്യുക, ഭഗവാനെ സമർപ്പിക്കുക. മൈ അർപ്പിത മനോബുദ്ധിർ യോമത് ഭക്ത സമയ പ്രിയ, അങ്ങനെയുള്ള ഭക്തർ എൻ്റെ വളരെ പ്രിയപ്പെട്ടവരാണ്. സോ ഹൈ സ്റ്റാൻഡേർഡാണ് ശരിക്കും പറയുകയാണെങ്കിൽ. നമ്മൾ വിചാരിക്കുന്ന പോലെ. അതുകൊണ്ടാണ് പറയുന്നത് ബഹുനാം ജന്മനാമന്തേ ജ്ഞാനവാമാം പ്രപത്യതേ വാസുദേവം സർവമിതി സമഹാത്മാ സുദുർലഭമാണ്. പ്യുവർ ഡിവോട്ടി എന്ന് പറയുന്നത് സുദുർലഭമാണ്. ഈ ഒരു സ്റ്റാൻഡേർഡ് വരിക എന്ന് പറഞ്ഞാൽ ദുർലഭമാണ്, സുദുർലഭമാണ്. അപ്പോൾ കുറേ പോകാനുണ്ട് നമുക്ക് മുന്നോട്ട് എന്നുള്ളത് ഓർക്കുക. അതിനുള്ള മാർഗം പക്ഷെ നല്ല രീതിയിൽ ഇവിടെ വരെ എത്തി. ഇനി അങ്ങോട്ടും ഇതേ മാർഗം ഫോളോ ചെയ്ത് പോയാൽ മതി. പതുക്കെ വ്യത്യാസം വരും എന്ന് മാത്രമല്ല, തീർച്ചയായിട്ടും വ്യത്യാസങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കും. കാര്യം ഒരുപാട് ജന്മജന്മാന്തരങ്ങളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി കർമ്മങ്ങളെല്ലാം ഭഗവാൻ മാറ്റി തന്നിട്ടുണ്ട് നമുക്ക്. കുറേയൊക്കെ എല്ലാം പോയി, ഇത്രയൊക്കെ ആയില്ലോ. ഇത്രയേ ആയി തന്നെ മഹാകൃപയാണ് ഭഗവാന്റെ ഗുരുജനങ്ങളുടെയും. ഇല്ലെങ്കിൽ പഴയ പോലെ തന്നെ എവിടെയെങ്കിലും കിടന്നിട്ടുണ്ടാവും നമ്മൾ. തീർച്ചയായിട്ടും മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും യാത്ര ചെയ്യാനുണ്ട് മുന്നോട്ട്, ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട്. അതാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ശ്ലോകം. അടുത്ത ശ്ലോകവും ഇതിൻ്റെ തുടർച്ചയാണ്. യസ്മാൻ നോദ്വിജത്തെ ലോകോ ലോകാൻ നോദ്വിജത്തെ ചയ ഹർഷാമർഷഭയാത് വേഗേർ മുക്തോ യാസാ ച മേ പ്രിയ. ശ്ലോകം വായിക്കൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യസ്മാനോ ജിതേ ലോകോ നോ ജിതേ ചയഃ ഹർഷാമർഷഭയോദ്വേഗൈർ മുക്തോ യസ ച മേ പ്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. യസ്മാനോ ദ്വിജതേ ലോകോ ലോകാനോ ദ്വിജതേ ചയഃ ഹർഷാമർഷഭയോദ്വേഗൈർ മുക്തോ യസ ച മേ പ്രിയഃ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യസ്മാന്നോ ദ്വിജതേ ലോകോ നോ ദ്വിജതേ ചയഃ ഹർഷാമർഷഭയോദ്വേഗൈ മുക്തോ യസ ച മേ പ്രിയഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. യസ്മാനോ ദ്വിജതേ ലോകോ ലോകാനോ ദ്വിജതേ ചയഃ ഹർഷാമർഷഭയോദ്വേഗൈർ മുക്തോ യസ ച മേ പ്രിയഃ. ഹരേ കൃഷ്ണ. താങ്ക് യു. വിവർത്തനം ആൻഡ് ഭാവാർത്ഥം വായിക്കൂ. വായിക്കട്ടെ പ്രഭുജി. ഓക്കെ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീലപ്രഭാതിക്ക് ജയ്. ആരാലാണോ ആർക്കും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തത്, ആരാണോ ഏതൊരുവനാലും അസ്വസ്ഥനായി തീരാത്തത്, സുഖദുഃഖങ്ങളിലും ഭയോത്കണ്ഠകളിലും സമചിത്തനായിരിക്കുന്നവൻ ആരാണോ, അങ്ങനെയുള്ള എന്റെ ഭക്തൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. ഭാവാർത്ഥം. ഭക്തന്റെ ഗുണവിശേഷങ്ങളിൽ ചിലത് വീണ്ടും വിവരിക്കുന്നു. ഒരു ഭക്തനിൽ നിന്ന് ആർക്കും ആശങ്കയ്ക്കോ ഭയത്തിനോ അസന്തുഷ്ടിക്കോ ഇടയില്ല. അയാൾ ആർക്കും യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല. ഏവരോടും കനിവുള്ള അയാൾ മറ്റുള്ളവർക്ക് ഉദ്വേഗകരമായ പ്രവൃത്തിയൊന്നും ചെയ്യുകയില്ല. അതേസമയം തന്നെ വിഷമിപ്പിക്കുന്ന വിധത്തിൽ മറ്റുള്ളവർ പെരുമാറിയാൽ അയാളിൽ ഒരു കുലുക്കവും കാണുകയില്ല. ഭഗവത് കരുണ മൂലം ബാഹ്യങ്ങളായ അസ്വാസ്ഥ്യങ്ങളിലൊന്നും ശോഭിക്കാതിരിക്കാനുള്ള ശിക്ഷണം അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ഭക്തൻ എപ്പോഴും കൃഷ്ണാവബോധത്തിൽ മുഴുകി ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഭൗതിക പരിസ്ഥിതികൾ അയാളെ ബാധിക്കുകയുമില്ല. പൊതുവെ ഭൗതികാത്മപരനായ വ്യക്തി ഇന്ദ്രിയങ്ങൾക്കും ശരീരത്തിനും സുഖപ്രദങ്ങളായ അനുഭവങ്ങളിൽ സന്തുഷ്ടി കൊള്ളും. പക്ഷേ മറ്റുള്ളവർ അത്തരം സുഖങ്ങൾ അനുഭവിക്കുകയും തനിക്കവ കൈവരാതിരിക്കുകയും ചെയ്യുമ്പോൾ അയാൾ ദുഃഖിക്കുന്നു. അയാൾക്ക് അസൂയ തോന്നുന്നു. ഒരു ശത്രു തന്നോട് പകരം വീട്ടുമെന്നോർക്കുമ്പോൾ അയാൾ ഭയാക്രാന്തനാവുന്നു. തന്റെ ഏതെങ്കിലും പ്രവർത്തനം വിജയത്തിലെത്തുന്നില്ലെങ്കിൽ വിഷണ്ണനാകുന്നു. ഇത്തരം അസ്വസ്ഥ്യങ്ങൾക്ക് അതീതനായി വർത്തിക്കുന്ന ഭക്തൻ കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടവനത്രേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. യസ്മാൻ നോദ്വിജതേ ലോകോ, അതായത് അദ്ദേഹം കാരണം വേറെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. ആരെയും അദ്ദേഹം പ്രകോപിപ്പിക്കുന്നില്ല ഒരു രീതിയിലും. പ്രവൃത്തിയിലൂടെ ആവട്ടെ വാക്കുകളിലൂടെ ആവട്ടെ എന്താണെങ്കിലും ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. അതേപോലെ ലോകാൻ നോദ്വിജതേ ചയ,
വേറെ ആരെങ്കിലും ഇദ്ദേഹത്തെ പ്രകോപിപ്പിച്ചാലും അദ്ദേഹത്തിനൊന്നും സംഭവിക്കുന്നില്ല. അദ്ദേഹം കൂളാണ്, സൂപ്പർ കൂൾ. ആര്? ഭക്തർ. നമ്മളൊക്കെ ആണെങ്കിലോ, ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ കാണിക്കുകയോ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ദേഷ്യം വരുന്നു, ചൂടാവുന്നു, അല്ലേ? ദേഷ്യം വരുന്നു, എജിറ്റേറ്റ് ആവുന്നു നമ്മൾ. എന്നാൽ ഭക്തർ അങ്ങനെ ആയിരിക്കില്ല. രണ്ട് തരത്തിലും, അങ്ങോട്ടും ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, ഇങ്ങോട്ട് ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാലും കുഴപ്പമില്ല, അവർക്കൊന്നും തോന്നുന്നില്ല. ഇതാണ് പറയുന്നത്, സ്റ്റാൻഡേർഡ് വളരെ മുകളിലാണ്. ഹർഷാമർഷ ഭയോ ദ്വേഗേർ. ഹർഷ അമർഷ, സന്തോഷത്തിലും വിഷമങ്ങളിലും, അതേപോലെ ഭയം അല്ലെങ്കിൽ വേഗർ, ആങ്സൈറ്റി, ഇതൊന്നും ഉണ്ടാവില്ല, സമഭാവമായിരിക്കും അവർക്ക്. മുക്തോയാസ ച മേസപ്രിയ, അങ്ങനെയുള്ള ഭക്തർ എൻ്റെ വളരെ പ്രിയപ്പെട്ടതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ശിലപ്രഭാജി ഭാവാർത്ഥത്തിൽ പറയുന്നത് തന്നെയാണ്, ഭക്തർ ഒരിക്കലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കില്ല, ഒരു തരത്തിലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനോ അവരെ ആശയക്കുഴപ്പത്തിലോ ആക്കാൻ വേണ്ടി ശ്രമിക്കില്ല. കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് അവർ ഡീൽ ചെയ്യും. അതാണ് കാര്യം. അവരെ സംബന്ധിച്ച് അവർ പൂർണ്ണമായിട്ടും ഭഗവത് സേവനങ്ങൾ ചെയ്ത് കൃഷ്ണാവബോധത്തിലിരിക്കുന്ന ആൾക്കാരാണ് ഈ ഭക്തർ. അവരെ ഒന്നും ബാധിക്കുന്നില്ല, അതേപോലെ അവർ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. കാര്യം ഈ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കൂടുതലും വരുന്നത് ഭൗതിക തലത്തിലുള്ള ആളുകൾക്കാണോ, അത് ശരിയായില്ല, ഇത് വന്നില്ല, ഇത് അങ്ങനെ എല്ലാത്തിനും പ്രശ്നങ്ങളാണ്, അല്ലേ? അപ്പോൾ ഭൗതിക ബോധത്തോടു കൂടി ആത്മീയ ബോധമില്ലാത്ത ഒരാൾക്ക്, അങ്ങനെയുള്ളവർക്ക് എല്ലാം പ്രശ്നമാണ്. ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ അത് പ്രോബ്ലമാണ് അവർക്ക്, അല്ലേ? അതാണ് സാധാരണ ആളുകളെ, കർമ്മികളുടെ കാര്യം. എന്നാൽ ഭക്തരുടെ കാര്യം അങ്ങനെയല്ല. അവർക്ക് ആരോടും അസൂയയില്ല, ആരോടും വിദ്വേഷമില്ല, ആരെയും അവർ ബുദ്ധിമുട്ടിക്കുന്നില്ല. വളരെ ശാന്തഭാവത്തോടുകൂടി എന്ത് സംഭവിച്ചാലും സഹിക്കുന്നു. സുഖമായാലും ദുഃഖമായാലും ഒരേപോലെ. പേടി എന്ന് പറയുന്നതേ ഇല്ല. പേടിയില്ല. കാര്യം എന്താണ്? ഭഗവാനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നു. പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? ഒരു പേടിയുമില്ല അങ്ങനെയുള്ളവർക്ക്, ഒരു ആശങ്കയുമില്ല, ആങ്സൈറ്റിയുമില്ല. ഭൗതിക തലത്തിലുള്ള ആങ്സൈറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ചില ആങ്സൈറ്റി ഈവൻ നമ്മൾ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുമ്പോഴും നല്ലതാണ്. അതായത് ഭഗവാന് നല്ല രീതിയിൽ നമ്മൾ അതിനുള്ളൊരു ഒരു ആങ്സൈറ്റി ഉണ്ടല്ലോ, അതായത് നല്ല രീതിയിൽ ചെയ്യണം, അതൊക്കെ, അത് നല്ല കാര്യമാണ്. അല്ലാതെ ഇത് അതായത് ഭൗതികമായിട്ടുള്ള ചിന്താഗതിയിൽ നാളെ എന്ത് സംഭവിക്കും, ഇനി ബാങ്കിൽ പൈസ പോയാലോ, അല്ലെങ്കിൽ അവിടെ നമ്മുടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള പൈസ നഷ്ടപ്പെട്ടാലോ, ഇപ്പോൾ അത് സംഭവിച്ചാലോ, ഇത് സംഭവിച്ചാലോ, ജോലി പോയാലോ, അത് സംഭവിച്ചാലോ, അസുഖം വന്നാലോ, ഒരുപാട് ചിന്തകളാണ്. അങ്ങനെ ചിന്തിച്ചാൽ, അങ്ങനെയുള്ള ചിന്ത മാത്രമേ മനസ്സിലുണ്ടാവുള്ളൂ. ഭഗവാനെ എങ്ങനെ ഓർക്കാൻ സാധിക്കും? അങ്ങനെയുള്ള ചിന്തകൾ വന്നാൽ ഒരിക്കലും സാധിക്കില്ല, അല്ലേ? ഭഗവാനെ ഓർക്കുന്നവർക്കാണെങ്കിൽ, ഭക്തർക്ക്, ശുദ്ധഭക്തരുടെ കാര്യം പറയുന്നത്, അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള പുറമേ നടക്കുന്നതൊക്കെ അവരെ സംബന്ധിച്ച് ബാധിക്കുന്നില്ല. സോ ഇതൊക്കെ കാരണമാണ് നമ്മൾ പറയുന്നത്, ഈ പറയുന്ന സ്റ്റാൻഡേർഡ്, ഭഗവാൻ പറയുന്ന ഭക്തരുടെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്വാളിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സ്റ്റാൻഡേർഡാണെന്നുള്ളത്. നമ്മളൊന്നും, നമ്മുടെ കാര്യം എനിക്കറിയില്ല, എൻ്റെ കാര്യം എനിക്കറിയാം, അതിൻ്റെ അടുത്ത് പോലും ഇല്ല. അതുകൊണ്ട് ഭക്തനാണെന്ന് പറയാൻ, ഭക്തനല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ആണെന്നല്ല, അല്ല എന്ന്. സോ കുറേ മുന്നോട്ട് പോകാനുണ്ട്. ഓക്കെ, അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. 16ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. श्रीमद् भगवद गीता की जय, जगत गुरु शिला प्रभुपाद की जय, समवेत गौर भक्तवृंद की जय, निताय गौर प्रेमानंद। थैंक यू। हरे कृष्ण, प्रणाम।